ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത വീഡിയോയിൽ കാണുകയാണ് നമ്മൾ തമ്മിൽ. ഓക്കെ, എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC HSA ഫിസിക്കൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അതിനകത്ത് നമ്മൾ ഓൾറെഡി ന്യൂട്ടൺസ് ലോ കഴിഞ്ഞു. ന്യൂട്ടൺസ് ലോ പാർട്ടിക്കിൾസ് കണികാഗതികമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത്. ന്യൂട്ടൺസ് ലോ ചലന നിയമങ്ങൾ കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ സമവാക്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണേൽ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. അപ്പോൾ ഇവിടെ നമുക്ക് കേരള PSC HSA ഫിസിക്കൽ സയൻസ് പരീക്ഷയ്ക്കായുള്ള MCQ ചോദ്യങ്ങൾ മൊഡ്യൂൾ 1-ൽ നിന്നുള്ളതാണ്. ഒരു 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇന്ന് നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു വസ്തുവിന് മിതമായ ബലപ്രയോഗം സംഭവിക്കുമ്പോൾ അത് എപ്പോൾ ത്വരണമാകും? എപ്പോഴാണ് അത് ആക്സിലറേഷൻ ആയിട്ട് മാറുന്നത്? ഒരു വസ്തുവിന് മിതമായ ബലപ്രയോഗം, അതായത് മിതമായ ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്, എപ്പോഴാണ് അത് ആക്സിലറേഷൻ ആവുന്നത്, ആക്സിലറേറ്റഡ് ആവുന്നത്? വസ്തുവിന്റെ വലിപ്പം കൂടുമ്പോൾ, വസ്തുവിന്റെ ഭാരം കൂടുമ്പോൾ, ബലം അതിന്റെ ദിശയിൽ പ്രയോഗിക്കുമ്പോൾ, വസ്തുവിന്റെ വേഗത കുറയുമ്പോൾ. എപ്പോഴാണ് ഒരു വസ്തുവിന് മിതമായ ബലപ്രയോഗം സംഭവിക്കുമ്പോൾ ത്വരണമാവുന്നത്? എപ്പോഴായിരിക്കും? ബലം അതിന്റെ ദിശയിൽ പ്രയോഗിക്കുമ്പോൾ ആയിരിക്കും അല്ലെ. ബലം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതിൻ്റെതായ ഡയറക്ഷനിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ആക്സിലറേറ്റഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ എന്താവും? മന്ദീകരണം സംഭവിക്കും അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം: ഒരു ബസ്സിൽ നിന്ന് ചാടുമ്പോൾ യാത്രികൻ മുന്നോട്ട് വീഴാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഏതാണ്? ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ മൂന്നാം നിയമം, ന്യൂട്ടന്റെ പ്രഥമ നിയമം, ഗുരുത്വാകർഷണം. ഏതായിരിക്കും? ഒരു ബസ്സിൽ നിന്ന് ചാടുമ്പോൾ യാത്രികൻ മുന്നോട്ട് വീഴാനുള്ള കാരണം, ഇനേർഷ്യ, ജഡത്വം, എവിടെയായിരിക്കും? അപ്പൊ ഏതായിരിക്കും ഉത്തരം? ന്യൂട്ടന്റെ പ്രഥമ നിയമമാണ് ആൻസർ കേട്ടോ. ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിലാണ് ഒരു ബസ്സിൽ നിന്ന് ചാടുമ്പോൾ യാത്രികൻ മുന്നോട്ട് വീഴാനുള്ള കാരണം ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ, ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം: ന്യൂട്ടന്റെ മൂന്നാം നിയമത്തിന്റെ ഉദാഹരണം താഴെ പറയുന്നതിൽ ഏതാണ്? മൂന്നാമത്തെ നിയമം: വേഗം കൂട്ടുമ്പോൾ വാഹനത്തിനുള്ളിലെ വ്യക്തി പിന്നോട്ട് ചായുന്നു. താക്കോൽ നാനോമീറ്ററുകളിൽ ഇറങ്ങുന്നത്. തോക്കിൽ നിന്ന് വെടിയൊഴിയുമ്പോൾ പിന്മാറ്റം അനുഭവപ്പെടുന്നത്. ഒരു കാറിന്റെ ടയർ റോഡിൽ ഉരുണ്ടു പോകുന്നത്. ഏതായിരിക്കും? വേഗം പറ. അത് തന്നെ. വെരി ഗുഡ്. തോക്കിൽ നിന്ന് വെടിയൊഴിയുമ്പോൾ പിന്മാറ്റം അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: ഒരു വസ്തുവിന്റെ നിഷ്ക്രിയത എന്താണ് നിർണയിക്കുന്നത്? നിഷ്ക്രിയത മീൻസ് ഇനേർഷ്യ. അത് എന്താണ് നിർണയിക്കുന്നത്? വസ്തുവിന്റെ ത്വരണം, വസ്തുവിന്റെ ഭാരം, വസ്തുവിന്റെ ദ്രവ്യം, വസ്തുവിന്റെ വേഗത. ഇനേർഷ്യ എന്തായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്? വസ്തുവിന്റെ ദ്രവ്യം അല്ലെ. ഓക്കെ, മാറ്റർ. അഞ്ചാമത്തെ ചോദ്യം: ഒരു വണ്ടിക്കെട്ട് വണ്ടിയിൽ വെച്ച് വേഗത്തിൽ വലിച്ചു നീക്കുമ്പോൾ അതിനുള്ളിലെ വസ്തുക്കൾ പിന്നോട്ടു പോകാൻ കാരണം ഏതാണ്? ന്യൂട്ടന്റെ മൂന്നാം നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ പ്രഥമ നിയമം, വികേന്ദ്ര ബലം. ചോദ്യം ഒന്നുകൂടെ പറയാം: ഒരു വണ്ടിക്കെട്ട് വണ്ടിയിൽ വെച്ച് വേഗത്തിൽ വലിച്ചു നീക്കുമ്പോൾ അതിനുള്ളിലെ വസ്തുക്കൾ പിന്നോട്ടു പോകാൻ കാരണം ഏതാണ്? ഓക്കെ, അപ്പൊ ഉത്തരം ഏതാ? ന്യൂട്ടന്റെ പ്രഥമ നിയമം. ഓക്കെ, ന്യൂട്ടന്റെ പ്രഥമ നിയമം. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം: F=ma, ഫോഴ്സ് മാസ് ഇൻടു ആക്സിലറേഷൻ. ഈ തുല്യത ഏത് നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ന്യൂട്ടന്റെ പ്രഥമ നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ മൂന്നാം നിയമം, ആർക്കിമിഡീസ് തത്വം. ഒന്നുകൂടെ പറയാം: ഫോഴ്സ് മാസ് ഇൻടു ആക്സിലറേഷൻ എന്ന തുല്യത ഏത് നിയമത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ന്യൂട്ടന്റെ പ്രഥമ നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ മൂന്നാം നിയമം, ആർക്കിമിഡീസ് തത്വം. ഓക്കെ, ഉത്തരം ഇതാണ്, ന്യൂട്ടന്റെ രണ്ടാം നിയമം. ഓക്കെ. ഏഴാമത്തെ ചോദ്യം: നിലത്തുള്ള ഒരു വസ്തുവിനെ ചെരുപ്പ് ചവിട്ടി മുന്നോട്ട് തള്ളുമ്പോൾ അത് പിന്നോട്ട് പോകുന്നത് ഏത് നിയമത്തിലാണ്? അതായത് ചെരുപ്പ് വെച്ച് നമ്മൾ ചവിട്ടും, അത് മുന്നോട്ട് തള്ളുമ്പോൾ അത് പിന്നോട്ടാണ് പോകുന്നത്. ഏത് നിയമത്താലാണ്? ന്യൂട്ടന്റെ പ്രഥമ നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ മൂന്നാം നിയമം, കപിലരി പ്രവർത്തനം. ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. ന്യൂട്ടന്റെ മൂന്നാം നിയമമാണ് ഉത്തരം.
എട്ടാമത്തെ ചോദ്യം, ഒരു പർവ്വതത്തിൽ നിന്നും കുതിച്ചിറങ്ങുന്ന ഒരാൾ മുൻവശത്തേക്ക് വീഴുന്നു. ഇത് ഏത് നിയമത്തിന്റെ ഉദാഹരണമാണ്? ന്യൂട്ടന്റെ പ്രഥമ നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ മൂന്നാം നിയമം, വികേന്ദ്രബലം. ഓക്കെ, ഉത്തരം ന്യൂട്ടന്റെ പ്രഥമ നിയമം. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, ഒരു കാറിന്റെ ബ്രേക്ക് അപ്രത്യക്ഷമാകുമ്പോൾ അതിലിരിക്കുന്ന യാത്രികർ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ കാരണം ഏതാണ്? വാഹനം വേഗം കുറയ്ക്കുന്നു, ന്യൂട്ടന്റെ പ്രഥമ നിയമം, ആകർഷണ ബലം, ന്യൂട്ടന്റെ മൂന്നാം നിയമം. ഒരു കാറിന്റെ ബ്രേക്ക് അപ്രത്യക്ഷമാകുമ്പോൾ അതിലിരിക്കുന്ന യാത്രികർ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ കാരണം ഏതാണ്? വാഹനം വേഗം കുറയ്ക്കുന്നു, ന്യൂട്ടന്റെ പ്രഥമ നിയമം, ആകർഷണ ബലം, ന്യൂട്ടന്റെ മൂന്നാം നിയമം. ഉത്തരം ന്യൂട്ടന്റെ മൂന്നാം നിയമം. പത്താമത്തെ ചോദ്യം, ഒരു ചെറിയ തോക്കിൽ നിന്ന് വെടിയൊഴിക്കുമ്പോൾ തോക്കിന് ശക്തമായ പിന്മാറ്റം അനുഭവപ്പെടുന്നു. ഇത് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ന്യൂട്ടന്റെ പ്രഥമ നിയമം, ന്യൂട്ടന്റെ രണ്ടാം നിയമം, ന്യൂട്ടന്റെ മൂന്നാം നിയമം, കെപ്ലറിന്റെ നിയമം. കറക്റ്റ് ഉത്തരം ന്യൂട്ടന്റെ മൂന്നാം നിയമം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി കണികാ ഗതിശാസ്ത്രം. ഓക്കെ, ഒരു വസ്തുവിന് പ്രവർത്തിക്കുന്ന ബലം നീക്കം ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അതേ വേഗതയിൽ നീങ്ങും, മന്ദഗതിയാകും, വേഗത വർദ്ധിക്കും, ഏതെങ്കിലും ദിശയിൽ ചലിക്കും. ഒരു വസ്തുവിന് പ്രവർത്തിക്കുന്ന ബലം നീക്കം ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഇപ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ന്യൂട്ടന്റെ പ്രഥമ നിയമം വെച്ചിട്ടാണ്. അതായത് നമ്മളിപ്പം NH കൂടെ ഓടിക്കുന്ന ഒരു കാറിനെ ആക്സിലറേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും കാർ അതേ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും. സോ അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന ബലം നീക്കം ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അതേ വേഗതയിൽ തന്നെ നീങ്ങും എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അതേ വേഗതയിൽ തന്നെ നീങ്ങും. അടുത്ത ചോദ്യം, ബലം ഏത് തരം രാശിയാണ്? സ്കാലാർ രാശിയാണോ, ദിശരാശിയാണോ, ഘനത്ത രാശിയാണോ, ചലന രാശിയാണോ? ബലം സ്കാലാർ രാശി ഓർ ദിശാരാശി, ഏത് രാശിയാ? അതെ, കറക്റ്റ് ആൻസർ ദിശരാശിയാണ്. ഓക്കെ, വെരി ഗുഡ്, ദിശരാശിയാണ് ബലം. അടുത്ത ചോദ്യം, വേഗത പ്രവേഗനം എന്ന് പറയുന്ന ഏരിയ നിന്നാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ദിശരാശി അല്ലാത്തത്? ദിശരാശി മീൻസ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണ്? വേഗത, ത്വരണം, ദൂരം, ബലം. ഏതായിരിക്കും? ദൂരമായിരിക്കും ആൻസർ അല്ലെ? വേഗത, വെലോസിറ്റി, ത്വരണം, ബലം, ഇതെല്ലാം എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ദിശരാശിയാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തു വേഗത വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ത്വരണത്തിന് എന്ത് സംഭവിക്കും? വർദ്ധിക്കും, കുറയും, ശൂന്യമാകും, സ്ഥിരതയാകും. ഒരു വസ്തു വേഗത വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ത്വരണം എന്ത് സംഭവിക്കും? ത്വരണം എന്തായിരിക്കും സംഭവിക്കുക? അതെ, വർദ്ധിക്കുമായിരിക്കും സംഭവിക്കുന്നത് അല്ലെ? ഒരു വസ്തു വേഗത വർദ്ധിക്കുമ്പോൾ അതിന്റെ ത്വരണവും വർദ്ധിക്കും. ഇനി ഒരു വസ്തു വൃത്തത്തിൽ 10 ചക്രം പൂർത്തിയാക്കിയാൽ അതിന്റെ സ്ഥലം മാറ്റം എത്ര? ഒരു വസ്തു വൃത്തത്തിൽ 10 ചക്രം പൂർത്തിയാക്കിയാൽ അതിന്റെ സ്ഥലമാറ്റം എത്ര? പല സ്ഥലമാറ്റം ഉണ്ടോ? ഇല്ല, വൃത്തത്തിൽ തന്നെയല്ലേ, തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. സോ ആൻസർ 0 ആയിരിക്കും കേട്ടോ. അടുത്ത, ഒരു വസ്തു ത്രികോണമിതീയ ദിശകളിൽ ചലിക്കുമ്പോൾ അതിന്റെ സ്ഥലം മാറ്റം എത്രയായിരിക്കും? ദിശയെ ആശ്രയിക്കും, പരമാവധിയായിരിക്കും, 0, കുറഞ്ഞ ദിശയിൽ. ഒരു വസ്തു ത്രികോണമിതീയ ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്ഥലം മാറ്റം എത്രയായിരിക്കും? അപ്പൊ നമ്മൾ ത്രികോണമിതീയ ദിശ എന്ന് പറയുമ്പം ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അല്ലെ? അവിടെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ദിശയെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുക അല്ലെ? അപ്പോൾ തന്നെ ദിശയെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുക. അടുത്തത് റിലേറ്റീവ് വെലോസിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കാറും ഒരു ബസ്സും സമദിശയിൽ 30 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ മുന്നോട്ട് പോയാൽ കാറിനുള്ളിൽ ഇരിക്കുന്നവന് ബസ്സിന്റെ ആപേക്ഷിക വേഗത എത്ര? 30 മീറ്റർ/സെക്കൻഡ്, 60 മീറ്റർ/സെക്കൻഡ്, 0 മീറ്റർ/സെക്കൻഡ്, 15 മീറ്റർ/സെക്കൻഡ്. ഒന്നുകൂടെ കേട്ടോണേ. ഒരു കാറും ഒരു ബസ്സും സമദിശയിലാണ്, ഒരേ ഡയറക്ഷനിലാണ്, 30 മീറ്റർ/സെക്കൻഡിലാണ് രണ്ടും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കാറിനുള്ളിൽ ഇരിക്കുന്ന ആൾക്ക് ബസ്സിന്റെ ആപേക്ഷിക വേഗത എത്രയായിരിക്കും? 0 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. കാരണം അവർ രണ്ടുപേരും ഒരേ ദിശയിൽ തന്നെ ഒരേ സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ അവിടെ തമ്മിൽ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക വേഗത റിലേറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. 0 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. അടുത്ത ചോദ്യം, ത്വരണം എപ്പോഴാണ് ശൂന്യമായിരിക്കുക? വേഗത പരമാവധിയായപ്പോൾ ത്വരണം ശൂന്യമാണോ? വേഗത മാറ്റമില്ലാത്തപ്പോൾ ത്വരണം ശൂന്യമാണോ? ഒരു ദിശയിൽ ചലിക്കുമ്പോൾ ത്വരണം ശൂന്യമാണോ? പ്രക്ഷേപ ചലനമാകുമ്പോൾ ത്വരണം ശൂന്യമാണോ? പ്രൊജക്ടൈൽ മോഷൻ ആണ് ഈ പ്രക്ഷേപ ചലനം എന്ന് പറയുന്നത്. ഇപ്പൊ വേഗത പരമാവധിയായപ്പോൾ, വേഗത മാറ്റമില്ലാത്തപ്പോഴാണ് ത്വരണം ശൂന്യമാവുക അല്ലെ? അടുത്ത ഐസക് ന്യൂട്ടനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം
ഒരു വസ്തുവിന് ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം ഒരു വസ്തുവിന്റെ ത്വരണം ഏതിനനുസരിച്ചിരിക്കും? പ്രയോഗിച്ച ബലത്തിനനുസരിച്ചിരിക്കും, വസ്തുവിന്റെ വേഗത്തിനനുസരിച്ചിരിക്കും, ത്രികോണമിതീയ ദിശയ്ക്കനുസരിച്ചിരിക്കും, സ്കാലർ രാശിക്ക് അനുസരിച്ചിരിക്കും. ന്യൂട്ടന്റെ രണ്ടാം നിയമം എന്താ പറയുന്നത്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഉത്തരം വരിക? പ്രയോഗിച്ച ബലത്തിനനുസരിച്ചായിരിക്കും. ഓക്കെ, ന്യൂട്ടന്റെ രണ്ടാം നിയമപ്രകാരം ഒരു വസ്തുവിന്റെ ത്വരണം അതിനെ പ്രയോഗിച്ച ബലത്തിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അടുത്ത 10ാമത്തെ ചോദ്യം, ബസ് അതിവേഗം ബ്രേക്ക് ഇട്ടപ്പോൾ യാത്രികർ മുന്നോട്ട് ചായുന്നതിന് കാരണം എന്തായിരിക്കും? യാത്രികരുടെ നിഷ്ക്രിയത, ബസ് വേഗം കുറയ്ക്കുക, ഭാരം കുറയ്ക്കുക, ഗുരുത്വാകർഷണം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ബസ് അതിവേഗം ബ്രേക്ക് ഇട്ടപ്പോൾ. അപ്പൊ യാത്രികരുടെ നിഷ്ക്രിയത, അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇമ്പൾസ് കണക്കാക്കാനുള്ള സമവാക്യം എന്താണ്? ഇമ്പൾസ് ഐ ഈക്വൽ ടു എന്താണെന്ന് പറയുന്നത്? ഇമ്പൾസ് കണക്കാക്കാനുള്ള സമവാക്യം എന്തായിരുന്നു? ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി ആണ്. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആയിരിക്കും. ഐ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നതായിരിക്കും. അടുത്ത, താഴെ പറയുന്നതിൽ ഏതാണ് ഘർഷണത്തിന്റെ ഉദാഹരണം? ഘർഷണം മീൻസ് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഉദാഹരണം ഏതാണ്? ഫുട്ബോൾ തെന്നിപ്പോയി നിൽക്കാൻ, കാറ്റിൽ പറക്കുന്ന പേപ്പർ, ജലത്തിൽ നീന്തുന്ന മത്സ്യം, ഇരുമ്പ് കാന്തത്തിനെ ആകർഷിക്കപ്പെടുന്നു. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് ഘർഷണത്തിന് ഉദാഹരണം? അതെ, ഫുട്ബോൾ തെന്നിപ്പോയി നിൽക്കുന്നു അല്ലെ, ഫുട്ബോൾ തെന്നിപ്പോയി നിൽക്കലാണ് ഘർഷണത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, ഒരു വസ്തു ഒരു നേരായ പാതയിൽ 100 മീറ്റർ മുന്നോട്ട് പോയി 50 മീറ്റർ പിന്നോട്ട് വരുമ്പോൾ ആകെ ദൂരം എത്ര? 100 മീറ്റർ മുന്നോട്ട് പോയി 50 മീറ്റർ പിന്നോട്ട് വന്നു, ആകെ ദൂരം എത്രയായിരിക്കും? 150 മീറ്റർ ആകെ ദൂരമാണ് നമ്മളോട് ചോദിച്ചത്. അത് 100 + 50 ആയിരിക്കും 150 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചേ, ഒരു വസ്തു ഒരേ ദിശയിൽ ഒരു സ്ഥിര വേഗതയിൽ ചലിക്കുമ്പോൾ ത്വരണം എത്ര? ഒരേ ദിശയിലാണ്, സ്ഥിര വേഗതയിലാണ്. അപ്പൊ ത്വരണം ഉണ്ടോ? ഇല്ല, ത്വരണം 0 ആയിരിക്കും. അടുത്ത ചോദ്യം, ചലനം ഏത് ഘടകങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാം? ഏതൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ട് ചലനത്തിനെ വിശകലനം ചെയ്യാം? ദിശയും വേഗതയും, ദിശയും ബലവും, വേഗതയും ത്വരണവും, ദിശയും ത്വരണവും. ഏതായിരിക്കും ആൻസർ? അത് തന്നെ, വേഗതയും ത്വരണവും വെച്ചിട്ട് നമുക്ക് ചലനത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ അനലൈസ് ചെയ്യാം. ഇനി ത്വരണം കണക്കാക്കുന്ന സമവാക്യം ഏത്? ത്വരണം എ ആണ്. എ ഈസ് ഈക്വൽ ടു വി ബൈ ടി എന്നാണ് പഠിച്ചത്. എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം എന്നാണ് പഠിച്ചത്. ഡി ബൈ ടി ബൈ ടി സ്ക്വയർ എന്നാണോ, അതോ വി മൈനസ് യു ബൈ ടി? അത് തന്നെ, ഡി, ഓപ്ഷൻ ഡി, വി മൈനസ് യു ബൈ ടി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2 വാഹനങ്ങൾ സമാന്തരമായി എതിർദിശയിൽ, എതിർദിശയിലാണ് 30 മീറ്റർ പെർ സെക്കൻഡിലും 20 മീറ്റർ പെർ സെക്കൻഡ് എന്നിങ്ങനെ ചലിക്കുമ്പോൾ ഒന്നിനുള്ളിലെ യാത്രക്കാരന് മറ്റൊന്നിന്റെ ആപേക്ഷിക വേഗത എത്ര? ഒന്നുകൂടെ ചോദ്യം ചോദിക്കാം. റിലേറ്റീവ് വെലോസിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 വാഹനങ്ങൾ സമാന്തരമായി പാരലായിട്ട് എതിർദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. ഒന്ന് 20 മീറ്റർ പെർ സെക്കൻഡിലും മറ്റേത് 30 മീറ്റർ പെർ സെക്കൻഡിലും വെലോസിറ്റിയിലാണ്. ഒന്നിനുള്ളിലെ യാത്രക്കാരന് മറ്റൊന്നിന്റെ ആപേക്ഷിക വേഗത എത്ര? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലെ. ഇപ്പൊ 30 + 20 = 50. നോക്കിക്കേ, 10 മീറ്റർ പെർ സെക്കൻഡ്, 50 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ. ആൻസർ 50 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഒരു തോണി 4 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ നീരൊഴുക്കുള്ള പുഴയിലൂടെ 6 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആപേക്ഷിക വേഗത എത്ര? ഒരു തോണി 4 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ നീരൊഴുക്കുള്ള പുഴയിലൂടെ 6 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആപേക്ഷിക വേഗത എത്ര? അപ്പൊ പുഴ 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, തോണി 4 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 6 + 4 എന്തായിരിക്കും? 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലൊരു സീരീസുമായിട്ട് വീണ്ടും കാണാം. ഹോപ്പ് യു ആർ സ്റ്റഡിങ് ഗുഡ്. അപ്പോ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പോർഷൻസ് കവറപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ചാനൽ. ഓൾസോ പ്ലീസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കൂട്ടുകാരുടെ അടുത്ത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.